പതിറ്റാണ്ടുകളായി ഇന്ത്യൻ പ്രവാസികളുടെ പ്രത്യേകിച്ച് മലയാളികളുടെ സ്വപ്നഭൂമിയാണ് ദുബായ് ഉൾപ്പെടെയുള്ള UAE നഗരങ്ങൾ. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും സുരക്ഷിതമായ ഭാവിയും തേടി ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ മണലാരണ്യത്തിലേക്ക് കുടിയേറി. എന്നാൽ പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഈ സ്വപ്നഭൂമിയുടെ തിളക്കം കെടുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. ഇറാനുമായി ബന്ധപ്പെട്ടുണ്ടായ കടുത്ത ആഗോള സൈനിക സംഘർഷങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് കൂടി വ്യാപിച്ചതോടെ UAEയിലെ തൊഴിൽ വിപണി സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. മിസൈൽ, ഡ്രോൺ ആക്രമണ ഭീഷണികൾ UAEയുടെ സാമ്പത്തിക സ്രോതസ്സുകളായ വ്യോമയാന, ടൂറിസം മേഖലകളെ നേരിട്ട് ബാധിച്ചപ്പോൾ അതിന്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സാധാരണക്കാരായ പ്രവാസി തൊഴിലാളികളാണ്. ജോലി നഷ്ടപ്പെടലും ശമ്പളം വെട്ടിക്കുറയ്ക്കലും പുതിയ അവസരങ്ങളുടെ അഭാവവും കാരണം അതിജീവനം മാത്രമായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ പ്രവാസ ജീവിതം. യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് താഴെത്തട്ടിലുള്ള ജീവനക്കാരെയും ഇടത്തരം പ്രവാസികളെയുമാണ്. കമ്പനികൾ പൂട്ടുകയോ പ്രവർത്തനം ചുരുക്കുകയോ ചെയ്യുമ്പോൾ ജീവനക്കാരെ പിരിച്ചുവിടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന അവസ്ഥയിലാണ് ഉടമകൾ. ഇന്ത്യയിൽ നിന്നുള്ള മുജീബ് റഹ്മാൻ എന്ന അക്കൗണ്ടന്റിന്റെ അനുഭവം ഇതിനുദാഹരണമാണ്. അദ്ദേഹം ജോലി ചെയ്തിരുന്ന കാറ്ററിംഗ് കമ്പനി കൃത്യമായ ബിസിനസ് ഇല്ലാത്തതിനാലും പണമൊഴുക്ക് നിലച്ചതിനാലും അടച്ചുപൂട്ടേണ്ടി വന്നു. പുതിയൊരു ജോലി തേടി റെസ്യൂമിയുമായി കമ്പനികളുടെ പടവുകൾ കയറുന്ന ആയിരക്കണക്കിന് പ്രവാസികളിൽ ഒരാളാണ് ഇന്ന് മുജീബ്. കമ്പനികളൊന്നും ഇപ്പോൾ പുതിയ ആളുകളെ എടുക്കുന്നില്ലെന്നും എല്ലാവരും എങ്ങനെയും പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഗാർഹിക ജീവനക്കാരുടെ അവസ്ഥയും വ്യത്യസ്തമൊന്നുമല്ല. ഫിലിപ്പീൻസിൽ നിന്നുള്ള ജോയ് വിവന്ത എന്ന സ്ത്രീ താൻ ജോലി ചെയ്തിരുന്ന വിദേശ കുടുംബം യുദ്ധഭീതിയെ തുടർന്ന് രാജ്യം വിട്ടതോടെയാണ് പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ 4 മാസമായി പുതിയൊരു വീട്ടുജോലിക്കായി അവർ നടത്തുന്ന അന്വേഷണങ്ങൾ ഇനിയും ഫലം കണ്ടിട്ടില്ല. സ്വന്തം നാട്ടിലെ 4 കുട്ടികളുടെ പട്ടിണി മാറ്റാൻ ദുബായിലെ വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്ന ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങുക എന്നതും ചിന്തിക്കാൻ പോലുമാകാത്ത കാര്യമാണ്. ദുബായിലെ സാമ്പത്തിക വ്യവസ്ഥയുടെ 2 പ്രധാന തൂണുകളാണ് വിദേശ സഞ്ചാരികളും വ്യോമയാന മേഖലയും. എന്നാൽ പശ്ചിമേഷ്യൻ ആകാശത്ത് സംഘർഷങ്ങൾ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയതോടെ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വരവിൽ വൻ കുറവുണ്ടായി. ഇത് ടൂറിസത്തെയും അനുബന്ധ റീറ്റെയിൽ വ്യാപാരത്തെയും തകിടം മറിച്ചിരിക്കുകയാണ്. ഫിക്സഡ് ശമ്പളത്തിൽ നിന്ന് കമ്മീഷൻ വ്യവസ്ഥയിലേക്ക് മാറാൻ പല സ്ഥാപനങ്ങളും ജീവനക്കാരെ നിർബന്ധിച്ചിരിക്കുകയാണ്. ബിസിനസ് ഇല്ലാത്തതിനാൽ ദിവസേനയുള്ള വരുമാനം പകുതിയിലധികമായി കുറഞ്ഞിരിക്കുന്നു.